ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം വിഷുവിൻ്റെ തലേ ദിവസമാട്ടോ ഞങ്ങളീ പോകുന്നത്, ഞായറാഴ്ച. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും റോഡിലെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകിട്ടായിരിക്കും ചിലപ്പോൾ തിരക്ക്. വൈകിട്ടായിരിക്കും എല്ലാവരും സാധനമൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങാം. എന്തായാലും ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ കൃഷ്ണനെയൊക്കെ വെച്ച് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് വന്നത് ഉമ്മാക്ക് കുക്കർ വാങ്ങിക്കാനാണ്. പക്ഷേ കയറിയപ്പോൾ തന്നെ കുക്കറിൻ്റെ ഒരു സെക്ഷനിൽ ഭയങ്കര റേറ്റ് കേട്ടോ. അങ്ങനെ ഉമ്മ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ആ തക്കത്തിൽ ഞാൻ കാസ്ട്രോളൊക്കെ നോക്കുന്നുണ്ട്. കാസ്ട്രോളിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് കരുതി കണ്ടതെല്ലാം വാരി ഇടുവാട്ടോ ട്രോളിയിൽ. ബില്ല് വരുമ്പോൾ കണ്ണ് തള്ളാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ ഉമ്മാണെങ്കിൽ 2 വഴക്കൂടെ കേൾക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. സാവിയാണെങ്കിൽ എന്ത് പറക്കിയിടണം എന്നാലോചിച്ച് നോക്കി നിൽക്കുവാണ്. അപ്പം ഞാനിവിടെയൊക്കെ തപ്പി നോക്കിയപ്പം നല്ല കുറച്ച് സ്പൂൺസൊക്കെ കണ്ടു കേട്ടോ. സ്പൂണും ഈ ഒരു സംഭവമൊക്കെ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ കണ്ണ് തള്ളി തിരിച്ചു വെച്ചു. പിന്നെ ഈ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയ ഒരു സാധനം മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ എന്തിനാണ്. അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഓഫറായിട്ടൊന്നുമില്ല, വിഷുവായിട്ട് ഓഫറൊക്കെ കാണുമെന്ന് കരുതിയിട്ടാട്ടോ മെയിനായിട്ട് നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങിയത്. പക്ഷെ അത്രയ്ക്ക് ഓഫറൊന്നും ഇല്ലായിരുന്നു. കാസ്ട്രോൾ എന്തോ എൻ്റെ ഒരു വീക്ക്നെസ്സായി മാറിയിട്ടുണ്ട്. അതൊക്കെ നോക്കി. പിന്നെ ഈ കണ്ടോ കുഞ്ഞിഡലി തട്ടം. ഞാനും ഇക്കായും സാവിയും കണ്ണൂരായിരുന്ന ടൈമിൽ ഇതണക്കത്തെ ഇഡലിക്കുട്ടവും തപ്പി നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും കുറച്ച് മതിയല്ലോ ഇഡലി. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് 700 രൂപയ്ക്ക്. പക്ഷെ അത് പെട്ടെന്ന് ചളങ്ങിപ്പോയി. ഇതും 700 രൂപയേ ഉള്ളൂ, പക്ഷെ കൊള്ളാം. ഇത് സ്റ്റീലാണ്. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം എന്താ സ്പ്രിങ്കിൾസിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 99 രൂപയുള്ളായിരുന്നു. എന്തായാലും അതിൽ നിന്നൊന്ന് എടുത്തു. വിഷു ആയതുകൊണ്ട് തന്നെ പായസം മിക്സും തേങ്ങാപ്പാൽപ്പൊടിയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഓഫറൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതിനൊന്നും. എന്തായാലും ഉമ്മ കറങ്ങി കുക്കർ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ വേറെ പല സാധനങ്ങളും പറക്കിയിടാൻ പോയ ടൈമിൽ ഉമ്മ അത് സെറ്റ് ചെയ്തു. ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണെന്ന് തോന്നുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ബില്ല് ചെയ്യാനായിട്ട് ഇറങ്ങി. കുറച്ച് സാധനം മാത്രമേ ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ. അത്രയ്ക്ക് ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി. ബില്ലടിക്കാൻ നിന്നപ്പോൾ സാവിക്ക് അപ്പം ഫ്രൂട്ടി വേണം. ഭയങ്കര കരച്ചിലായി. അവസാനം ഫ്രൂട്ടിയും കൂടെ എടുത്തു. ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് മഹിൻ കാറ് കൊണ്ട് വന്നു, അനിയനെ. അങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി തിരിച്ചു പോകുന്ന വഴിക്കിനി ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, മാവ് ഐറ്റംസ് എല്ലാം. അങ്ങനെ ഞങ്ങൾ റിലയൻസിൻ്റെ സ്മാർട്ട് പോയിൻറ്റിലും കൂടെ ഇറങ്ങി കേട്ടോ. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര ഓഫർ. കൊല്ലത്ത് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വന്നാൽ മതി എന്ന് ഞങ്ങൾ വിചാരിച്ചു. നല്ല ഓഫർ കേട്ടോ. കുട്ടികളുടെ കുപ്പിക്കും പാത്രത്തിനും ഒക്കെ ടിഫിൻ ബോക്സിനൊക്കെ ഭയങ്കര ഓഫർ. അതും സ്റ്റീലിൻ്റെ നല്ല ടിഫിൻ ബോക്സൊക്കെ ഉണ്ടായിരുന്നു. കുപ്പിക്കൊക്കെ നല്ല ഓഫറും ഉണ്ടായിരുന്നു, ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഈ ഒരു സ്റ്റീൽ പാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അയ്മുനെയും പൊന്നിനെയും ഈ വർഷം സ്കൂളിലാക്കുവാണ്, LKG. അപ്പം അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ടാട്ടോ. എന്തായാലും വാങ്ങിയില്ല, നമ്മൾ ജസ്റ്റ് എല്ലാം നോക്കിയതേ ഉള്ളൂ. ഇനി ടൈം ഉണ്ടല്ലോ, 1 മാസം കൂടെ ഉണ്ടല്ലോ, അപ്പോഴേക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. പിന്നെ ഇവിടെ AC-ക്കും കൂളറിനൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. ഡ്രസ്സിനും ഒക്കെ ഭയങ്കര ഓഫർ. പക്ഷേ സാവി പോകുന്ന വഴിക്ക് ഒരു കാറ് കണ്ട് സ്റ്റക്കായി, നിലവിളിയായി, ബഹളമായി. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല. വേഗം തന്നെ എടുത്ത സാധനം ബില്ലടിച്ച് വണ്ടി കയറ്റി സ്ഥലം വിടുക എന്നതായി ലക്ഷ്യം. അത്രയ്ക്ക് കരച്ചിലായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ വിശന്ന് വലഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ആര്യാസിൽ പോയിട്ട് നല്ല മുരിഞ്ഞ നെയ്റോസ്റ്റും കോഫിയൊക്കെ വാങ്ങിച്ചു. വിശപ്പിൻ്റെ ഒരു വിളി കാരണം കൊണ്ടുവന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കഴിയാറായപ്പോഴാട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് കുറച്ച് ബേക്കറി ഐറ്റംസ് മേടിക്കാനാണ്, കുഞ്ഞുങ്ങൾക്ക് ലഡുവും ബിസ്ക്കറ്റും ഒക്കെ. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോവാട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ.